ശ്രീ ടി പി ജയചന്ദ്രൻ എങ്ങനെയാണ് കാണുന്നത്? ബി ജെ പി ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും സംഘപരിവാറിന് വടി കൊടുക്കുകയാണ് ജലീൽ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വരികയാണ്. ജലീലിനെതിരെ അത്തരം വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ബി ജെ പി ഇതിനെ കാണുന്നത്? ജലീൽ പറഞ്ഞതിൽ സത്യമുണ്ടോ? മഞ്ജുഷേ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും എല്ലാ മതങ്ങൾക്കും ഇന്ത്യ രാജ്യത്ത് തത്തുല്യമായ പദവിയും അംഗീകാരവും പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ ഭാഗം എന്നുള്ള നിലയ്ക്ക് കുറ്റകൃത്യങ്ങളെ ഏതെങ്കിലും മതങ്ങളുമായി കൂട്ടിക്കെട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും മതങ്ങളുടെയോ ആത്മീയ നേതാക്കന്മാരെയോ ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുടെ പേരിൽ കുറ്റപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് പാർട്ടിയുടെ കൃത്യമായ നിലപാടാണ്. പക്ഷേ ഇവിടെ ചില പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ എന്ന് തോന്നിക്കുന്ന തരത്തിൽ ജലീൽ ചില പരമാർത്ഥങ്ങൾ തികച്ചും സ്വകാര്യമായ ഒരു ഇഫ്താർ വിരുന്നിൽ പറഞ്ഞിരിക്കുന്നു. എന്റെ ഓർമ്മയിൽ വിസ്റ്റം ഗ്രൂപ്പ്, ആ വിസ്റ്റം ഏതാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില വസ്തുതകൾ MDMA, കഞ്ചാവ് കടത്ത് മുതലായ കേസുകൾ പരിശോധിക്കുമ്പോൾ ആ കേസുകളിൽ പ്രതികളാകുന്നവരിൽ ബഹുഭൂരിപക്ഷവും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, മദ്രസാ പഠനം നടത്തിയവരാണ്, ആ നടത്തുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. ലഹരിക്കടത്ത് തെറ്റല്ല എന്ന് ഒരു ധാരണ പൊതുവിൽ ഈ പ്രതികളായി പിടിക്കപ്പെടുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കാരണം അവരെ കുറ്റപ്പെടുത്താനോ നേർവഴിക്ക് നയിക്കാനോ മറ്റെല്ലാ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തേണ്ട ആളുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇത്തരത്തിൽ സമൂഹത്തിൽ മാറ്റം വന്നാൽ അതൊരു ഇഫ്താർ പാർട്ടിയുടെ അദ്ദേഹം ആ സമൂഹത്തോടാണ് പറയുന്നത്. ഈ തരത്തിലുള്ള ഒരു വലിയ തകരാറ് നമ്മുടെ സമൂഹത്തെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും യോജിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് നമ്മൾ എതിർക്കേണ്ടതാണ്. ഒരുപക്ഷെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ കാരണങ്ങളെക്കുറിച്ച് സമൂഹവും മത ആത്മീയ നേതാക്കന്മാരും പരിശോധിക്കണം. കാരണം കേരളത്തിലെ മദ്രസ വിദ്യാഭ്യാസത്തിന് നാളിതുവരെയുള്ളതിന് ചില ഗതി മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്ന് ചില സംശയം അദ്ദേഹം ഇന്ന് പുലർത്തുകയാണ്. അതേതാണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അത്തരം വാർത്തകൾ വരുന്നുണ്ട്. കേരളത്തിലെ ഇത്തരം സ്ഥാപനങ്ങളിൽ മറ്റ് ചില ആളുകൾ പിടിമുറുക്കുന്നുണ്ടോ, വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വിഭിന്നമായി ചില സ്വാധീനങ്ങളിൽ അവർക്ക് പെടേണ്ടി വരുന്നുണ്ടോ, പ്രായേണ ഇതര സമൂഹങ്ങളോട് പ്രായേണമായി പെരുമാറേണ്ട രൂപത്തിലാണോ പഠിപ്പിക്കുന്നത്, അത്തരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പുനഃപരിശോധന അവിടെ ആവശ്യമുണ്ടോ? മതവിദ്യാഭ്യാസം നൽകുന്ന ആളുകൾക്ക് ശ്രോതാക്കൾ അത് കൊടുക്കുന്ന വിലയെക്കുറിച്ചും അദ്ദേഹം സംശയിക്കുന്നു. കാരണം ഇവരെല്ലാവരും ഇതൊരു വ്യാപാരമായി മാറുന്നുവോ എന്ന് അദ്ദേഹം പറയുന്നു. പണത്തിനു വേണ്ടിയാണ് ഈവൻ മലബാറിൽ വയല് എന്ന് പറയുന്ന ഇസ്ലാമിക മതപഠനത്തിനു വേണ്ടി പോകുന്നവർ പണത്തിനു വേണ്ടിയാണ് എന്നും അതിനോട് നീതി പുലർത്തുന്നവരല്ലയോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇവിടെ അദ്ദേഹം പുലർത്തുന്നത്. മാത്രമല്ല അദ്ദേഹം കൃത്യമായി ചില വസ്തുതകൾ പറയുന്നു. ഇതര സമുദായത്തിൽപ്പെട്ടവർക്ക് ഇത്തരത്തിലുള്ള മതവിദ്യാഭ്യാസമില്ല. പ്രത്യേകിച്ച് നാം പലപ്പോഴും ആരോപിക്കുന്ന ഹിന്ദു സമൂഹം ഏറ്റവും കൂടുതൽ വർഗീയത ആരോപിക്കുന്ന, വർഗീയവൽക്കരിക്കുന്നു എന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഒരുപക്ഷെ ഈ ചാനൽ ഒഴികെയുള്ള മറ്റെല്ലാ ഒട്ടുമിക്ക കേരളത്തിലെ ചാനലുകളും ഈ ഫാസിസവും ഈ അസഹിഷ്ണുതയുമൊക്കെ വർഗീയതയുമൊക്കെ ചാർത്തി കൊടുക്കുന്ന ഒരു സമൂഹത്തിന്റെ പേരിൽ അദ്ദേഹം ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞു. ഞാനും എൻ്റെ അനുഭവത്തിൽ അത് പുലർത്തുന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഇതുവരെ ഒരു മതപാഠശാലയിൽ പോവുകയോ മതപഠനം നടത്തുകയോ ചെയ്തില്ല. എൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് പോലും മതവിദ്യാഭ്യാസമോ മതപഠനമോ ആ അർത്ഥത്തിൽ ലഭിച്ചിട്ടില്ല. മറിച്ച് മറ്റ് സഹോദര സമുദായങ്ങളിൽപ്പെട്ടവർക്ക് അത് കൃത്യമായി കിട്ടുന്നു. ഇവിടെ ഒരുപക്ഷെ മുണ്ടുപാലവും ഷക്കീറും ഒക്കെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പരിശീലനം വെച്ച് ഒരു കുറ്റവാളി പോലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഞാൻ ആ സമുദായത്തെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയല്ല, പറയുകയല്ല. അങ്ങനെ ഒരു അവസ്ഥ ഒരു സമൂഹത്തിലും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഇവിടെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. പക്ഷെ ഇത് ജലീലല്ല പറഞ്ഞത് എന്ന് വിചാരിക്കുക. PC ജോർജോ ജയചന്ദ്രനോ ആയിരുന്നുവെങ്കിൽ ഇതൊരു പക്ഷേ കേരളത്തിൽ വലിയ 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 ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുമായിരുന്നു. ഇപ്പൊ തന്നെ നമുക്കറിയാം PC ജോർജിനെ കുറിച്ച് അദ്ദേഹം ചേർന്ന പരാമർശങ്ങൾ ചില ആളുകൾ പരാതിയുമായി പോയപ്പോൾ കൂലങ്കഷമായി പരിശോധിക്കുമ്പോൾ അതിനകത്ത് വസ്തുതകളൊന്നുമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ചോദിക്കുന്ന ചോദ്യം, ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവം കൂടി പറയാം. ജമാഅത്തെ ഇസ്ലാമി ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് അവർ അവരുടെ മേഖലാ സമ്മേളനങ്ങളിലൊക്കെ BJP പ്രതിനിധി എന്നെ വിളിക്കാറുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഞാൻ അവരുടെ ഒരു സമ്മേളനത്തിന് പരസ്യമായിട്ട് ചോദിച്ചു,
അല്ല, ഞങ്ങൾ ഇതാ ഒരുപക്ഷെ ആ കാര്യമാണ് ഇന്ന് എനിക്ക് ഓർമ്മ വന്നത് ജലീലിന്റെ വാക്കുകൾ കേട്ടപ്പോഴും. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ മതപഠനത്തിന് വിധേയമായിട്ടില്ല. എന്റെ വിഭാഗത്തിൽപ്പെട്ടവരെ ചെയ്തിട്ട് എനിക്കറിവില്ല. പക്ഷേ സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ പരിശോധിക്കുമ്പോൾ ജനസംഖ്യ അനുപാതികമല്ലയോ നിങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. ചിലപ്പോൾ കണക്കുകൾ വെച്ച് എന്റെ സംശയമാകാം. അത് തന്നെയല്ലേ ജലീൽ പറഞ്ഞതും. ജലീൽ പറഞ്ഞു അത് തന്നെയാണല്ലോ, ജനസംഖ്യാനുപാതികമായി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ടോട്ടൽ കണക്കല്ല പറയുന്നത്. ടോട്ടൽ കണക്ക് വരുമ്പോൾ തെറ്റാണ്, പക്ഷെ ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതയുണ്ട് എന്നല്ലേ? അതെ, അവരുടെ അമീർ പങ്കെടുത്തിരുന്നു അന്നത്തെ ആ യോഗത്തിൽ. മഞ്ജുഷേ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ഒരു സഹോദരൻ എന്നുള്ള നിലയ്ക്ക് എന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ വിളിച്ചു വരുത്തിയ സന്മനസ്സിനെ സ്വാഗതം ചെയ്ത് ഞാൻ ചോദിക്കുന്നു, ഇതിനൊരു വ്യക്തമായ മറുപടി നിങ്ങളുടെ ഭാഗത്തുണ്ടാകുമോ? എന്നെ തിരിച്ച് എന്റെ വീട്ടിലേക്ക് യാത്ര അയക്കുമ്പോൾ, ഇതൊരു സ്വകാര്യ സംഭാഷണമാണ്, വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അവർ പറഞ്ഞു, പലപ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഇതൊക്കെ പഠിപ്പിക്കുന്ന ഞങ്ങൾക്കിടയിൽ എന്തുകൊണ്ടുണ്ടാവുന്നില്ല? അതിനുള്ള ചില ഉത്തരമാണ് ഇന്ന് ജലീൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ കുറ്റങ്ങളാണ്, തെറ്റാണ്, ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ പറയേണ്ടവർ പറയേണ്ട ഗൗരവത്തിൽ പറയുന്നു എന്ന് അദ്ദേഹം ശങ്കിക്കുന്നു. പറയുന്നില്ല എന്നോ അവർ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള ആരോപണവും ആക്ഷേപവും ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷെ ജലീലിന്റെ വാക്കുകളും അന്ന് എനിക്ക് തോന്നിയ സംശയം എത്തുന്നത്, ഇത്തരത്തിൽ ഒരുപക്ഷെ ഈ സമുദായത്തിൽ ആ സമുദായത്തിലെ എന്താ പറയുക ക്ലർജിമൻ അവരുടെ പൗരോഹിത്വത്തിന് ഹിന്ദു മതത്തിലെ പൗരോഹിത്യത്തിന് ഉള്ളതിനേക്കാൾ സ്വാധീനം ഇസ്ലാം മതത്തിലെ പുരോഹിതന്മാർക്കുണ്ട്. ക്രൈസ്തവ മതത്തിലെ പ്രവർത്തകന്മാർക്ക്, വിശ്വാസികൾക്കിടയിൽ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് സ്വാധീനമുണ്ട്. പക്ഷെ ഹിന്ദു മതത്തിലെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്റെ മതത്തിന്റെ പൗരോഹിത്വത്തിന് യാതൊരു സ്വാധീനവും ചെലുത്താൻ സാധിക്കില്ല. എന്റെ സ്വയം ബുദ്ധിക്ക് ബോധ്യപ്പെടാതെ ഞാനും അത് അംഗീകരിക്കാൻ തയ്യാറാവില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണ്? ഇത്തരത്തിൽ അസന്തുലിതമായി വളർന്നു വരുന്ന ഈ കുറ്റകൃത്യത്തിന്റെ നിരക്കിന് ആ മതത്തിന്റെ പൗരോഹിത്യ നേതൃത്വം, മറ്റു സൂര്യന്റെ കീഴിലുള്ള എല്ലാത്തിനും പ്രതികരിക്കുന്ന നേതൃത്വം ആ തരത്തിൽ ഗൗരവമായ ഒരു പഠനവും ഒരു ആഹ്വാനവും ഒരു ഓർമ്മപ്പെടുത്തലും അവരുടെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ടോ എന്ന് ജലീൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഒരുപക്ഷെ ഈ വേദികളിൽ വന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ന്യായീകരിക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞ ചോദ്യങ്ങൾ കേരളത്തിലെ മാധ്യമ രംഗങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വളരെ സജീവമായ ചർച്ചയാണ്. അത് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ട്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ